പ്രകാശ് കൊണ്ടുവന്ന ഫോട്ടോസ് വ്യക്തമായി പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു, ഇത് പ്രഷർ പോയിന്റ് അറ്റാക്ക് കാരണം ഉണ്ടായ ചതവുകളാവാനാണ് സാധ്യത. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 32 പ്രഷർ പോയിന്റുകളുണ്ട്. ഏത് പോയിന്റിൽ എങ്ങനെ ട്രിഗർ ചെയ്യുന്നു എന്നതിനനുസരിച്ച് ബോഡി റെസ്പോണ്ട് ചെയ്യും. എന്നാൽ കൊടുക്കുന്ന പ്രഷറിന് എന്തേലും വ്യത്യാസം ഉണ്ടായാൽ അത് ജീവന് തന്നെ ആപത്താവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ പ്രഷർ പോയിന്റ് അറ്റാക്കിനെ കുറിച്ച് ഒരു വീഡിയോ പ്രകാശിനെ കാണിച്ചിട്ട് പറഞ്ഞു, പ്രഷർ പോയിന്റിൽ കറക്റ്റ് പ്രഷർ കൊടുത്തപ്പോൾ അയാൾ ബോധം കെട്ടു വീണു. ആ ബോധം നഷ്ടപ്പെടാൻ ഏകദേശം 10-15 മിനിറ്റ് വരെ മാത്രമേ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് അയാൾക്ക് ബോധം വരും. 30 വർഷം മുന്നേ ഒരു മനുഷ്യൻ പ്രഷർ പോയിന്റ് അറ്റാക്കിനെ പറ്റി എങ്ങനെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാകുമെന്ന് പ്രകാശ് ചോദിച്ചപ്പോൾ ഉറപ്പായും ബുക്കുകൾ റെഫർ ചെയ്ത് മാത്രമേ ഇതിനെക്കുറിച്ച് അറിവ് നേടാൻ സാധിക്കത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതേസമയം SP ലോകനാഥൻ വർഷങ്ങൾക്ക് മുന്നേ ഇമാതിരി കേസുകൾ അന്വേഷിച്ച ഇൻസ്പെക്ടർ ജോൺ സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി അയാളെ പറ്റി അന്വേഷിക്കുമ്പോൾ അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായെന്നറിയും. നിലവിൽ 50-60 വയസ്സ് പ്രായം തോന്നിക്കുന്ന സെബാസ്റ്റ്യന്റെ മകൻ കെന്നഡി മാത്രമാണ് അവിടെ താമസം. ലോകനാഥൻ SP ആണെന്ന് അറിയിക്കാതെ താനൊരു ബിസിനസ്സുകാരനാണെന്നും പഠിക്കുന്ന സമയത്ത് സെബാസ്റ്റ്യൻ തന്നെ ഒരുപാട് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടെന്നും കളവ് പറഞ്ഞ് കെന്നഡിയുമായി സൗഹൃദത്തിലാവാൻ ശ്രമിക്കും. കെന്നഡി സംശയം നിറഞ്ഞ പാതി മനസ്സോടെ ലോകനാഥനെ വീട്ടിനുള്ളിലേക്ക് കയറ്റും.